Please read and understand the scriptures for yourself with an open mind and not following man-made interpretations. നാം രക്ഷിക്കപ്പെടുന്നത് ദൈവത്തിന്റെ കൃപയാലാണെന്നുള്ളതിൽ തർക്കമില്ല. പാപം നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. കാരണം നിങ്ങൾ നിയമത്തിനു കീഴിലല്ല, കൃപയ്ക്കു കീഴിലാണ്. ഈ വചനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവകൽപ്പനകൾ പാലിക്കുന്നതും നല്ല പ്രവൃത്തികൾ ചെയ്യുന്നതും നമുക്ക് ആവശ്യമുള്ളതല്ല എന്ന് പല വ്യക്തികളും അഭിപ്രായപ്പെടുന്നുണ്ട്. നാം നിയമത്തിനു കീഴ്പ്പെട്ടവരല്ല, കൃപയ്ക്കു കീഴ്പ്പെട്ടവരാണ് എന്നതുകൊണ്ട് നമുക്ക് പാപം ചെയ്യാമോ? ഒരിക്കലും പാടില്ല. ദൈവകൽപ്പനകളുടെ ലംഘനമാണ് പാപം. പാപം ചെയ്യുന്നവന് നിയമം ലംഘിക്കുന്നു. പാപം നിയമലംഘനമാണ്. നാം കൃപയ്ക്കു കീഴ്പ്പെട്ടവരെങ്കിലും പാപം ചെയ്യരുതെന്ന് ഇവിടെ നിന്ന് വ്യക്തമാണ്. ദൈവകൽപ്പനകൾ പാലിക്കണം എന്നു തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നാം നിയമത്തിനു കീഴ്പ്പെട്ടവരല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥമെന്താണ്? ഏകദേശം പഴയ നിയമത്തിൽ 613 പുതിയ നിയമത്തിൽ 1050 പ്രമാണങ്ങളുണ്ടെന്ന് പൊതുവെ പറയാറുണ്ട്. ഇവയെല്ലാം പാലിക്കുവാൻ നാം ബാധ്യസ്ഥരാണോ? ഒഴിവാക്കേണ്ട നിയമങ്ങൾ എന്തൊക്കെയാണ്? ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് നിയമങ്ങളും ദൈവകൽപ്പനകളും രണ്ടാണ് എന്നതാണ്. അബ്രാഹാം എന്റെ സ്വരം കേൾക്കുകയും എന്റെ നിർദ്ദേശങ്ങളും കൽപ്പനകളും പ്രമാണങ്ങളും നിയമങ്ങളും പാലിക്കുകയും ചെയ്തു. ഈ വചനത്തിൽ നാം കാണുന്നതുപോലെ നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, പ്രമാണങ്ങൾ, നിയമങ്ങൾ എന്നിവ വ്യത്യസ്തമാണ്. കൽപ്പനകൾ ഒഴികെയുള്ളവ സാഹചര്യവും ആവശ്യവും അനുസരിച്ച് മാറ്റമുള്ളവയാണ്. ഒരുപക്ഷേ ഇതൊരു പ്രത്യേക കാലത്തേക്ക് മാത്രമായി നൽകപ്പെട്ടതുമാവാം. എന്നാൽ ദൈവകൽപ്പനകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കൽപ്പനകൾ മാത്രമാണ്. ഇവയാണെങ്കിലോ മനുഷ്യനുള്ളിടത്തോളം കാലം നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതാണ് ഒന്നാമത്തെ കൽപ്പന. ഇസ്രായേലേ, കേൾക്കുക, നമ്മുടെ ദൈവമായ യാഹുവ ഏകനാണ്. നീ നിന്റെ ദൈവമായ യാഹുവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കുക. രണ്ടാമത്തെ കൽപ്പന ഇതാണ്: നിന്നെപ്പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഇവയേക്കാൾ വലിയ കൽപ്പനയൊന്നുമില്ല. ഈ കൽപ്പനകളുടെ വിശദീകരണമാണ് സീനായി മലമുകളിൽ വെച്ച് ദൈവം നൽകിയ 10 കൽപ്പനകൾ. എല്ലാ ദൈവകൽപ്പനകളും ഇവയിൽ അടങ്ങിയിരിക്കുന്നു. അവയിൽ ആദ്യത്തെ 4 ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിപാദിക്കുന്നു. പിന്നീടുള്ള 6 കൽപ്പനകൾ മനുഷ്യനോടുള്ള സ്നേഹത്തെ സംബന്ധിച്ചതാണ്. അതായത് ദൈവകൽപ്പനകൾ പാലിക്കേണ്ട എന്ന് ചിലർ പറയുമ്പോൾ എല്ലാറ്റിനും ഉപരി ദൈവത്തെയും തന്നെ പോലെ തന്റെ അയൽക്കാരെയും സ്നേഹിക്കേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത്. ദൈവകൽപ്പനകൾ എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതും എക്കാലവും നിലനിൽക്കുന്നതും നാം തീർച്ചയായും പാലിക്കേണ്ടവയുമാണ്. എന്നാൽ ദൈവം നൽകിയിട്ടുള്ള നിയമങ്ങൾ, പ്രമാണങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവയിൽ നാം പാലിക്കേണ്ടത് ഉണ്ടോ ഇല്ലയോ എന്നത് സ്വയം വിവേചിച്ചറിയേണ്ടതുണ്ട്. നിയമത്തിന്റെ അനുശാസനങ്ങളെല്ലാം നിയമത്തിനു കീഴിലുള്ളവരോടാണ് പറയപ്പെട്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. എല്ലാ അധരങ്ങളെയും നിശബ്ദമാക്കുന്നതിനും ലോകം മുഴുവന് ദൈവത്തിന്റെ മുമ്പിൽ കണക്കു ബോധിപ്പിക്കുന്നതിനും വേണ്ടിയാണിത്. നിയമം അനുഷ്ഠിക്കുന്നതുകൊണ്ട് ഒരുവനും അവിടുത്തെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല. നിയമം വഴി പാപത്തെക്കുറിച്ച് ബോധമുണ്ടാകുന്നുവെന്നേയുള്ളൂ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലോകം മുഴുവൻ ദൈവത്തിന്റെ മുൻപിൽ കണക്ക് ബോധിപ്പിക്കുവാൻ വേണ്ടിയാണ് നിയമങ്ങൾ നൽകപ്പെട്ടിരിക്കുന്നത് എന്നതാണ്. മാത്രമല്ല, ഈ നിയമങ്ങൾ അനുഷ്ഠിക്കുന്നതുകൊണ്ട് മാത്രം ഒരുവനും ദൈവത്തിന്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല. എന്തെന്നാല് അവർ എന്റെ പ്രമാണങ്ങൾ പാലിച്ചില്ല. അവർ എന്റെ കൽപ്പനകൾ നിരാകരിക്കുകയും എന്റെ സാബത്തുകൾ അശുദ്ധമാക്കുകയും ചെയ്തു. അവര് തങ്ങളുടെ പിതാക്കന്മാര് പൂജിച്ചിരുന്ന വിഗ്രഹങ്ങളിൽ കണ്ണുറപ്പിച്ചിരുന്നു. തന്മൂലം ഞാൻ അവർക്ക് ദോഷകരമായ നിയമങ്ങളും ജീവന് നേടാനുതകാത്ത പ്രമാണങ്ങളും നൽകി. അങ്ങനെയെങ്കിൽ നിയമം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾക്ക് വിരുദ്ധമാണോ? ഒരിക്കലുമല്ല. എന്നാൽ ജീവദായകമായ ഒരു നിയമം നിലവിലുണ്ടായിരുന്നെങ്കിൽ നീതി തീർച്ചയായും ആ നിയമം വഴി ഉണ്ടാകുമായിരുന്നു. എന്നാല് യാഹുഷയിലുള്ള വിശ്വാസം വഴി വിശ്വാസികൾ വാഗ്ദാനം പ്രാപിക്കേണ്ടതിന് എല്ലാവരും പാപത്തിനധീനരാണെന്ന് വിശുദ്ധ ഗ്രന്ഥം പ്രഖ്യാപിച്ചു. വിശ്വാസം ആവിർഭവിക്കുന്നതിനു മുമ്പ് നമ്മൾ നിയമത്തിന്റെ കാവലിലായിരുന്നു. വിശ്വാസം വെളിപ്പെടുന്നതുവരെ നിയന്ത്രണാധീനരായി കഴിയുകയും ചെയ്തു. തന്നിമിത്തം നമ്മൾ വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുവിന്റെ ആഗമനം വരെ നിയമം നമ്മുടെ പാലകനായിരുന്നു. ഇപ്പോഴാകട്ടെ വിശ്വാസം സമാഗതമായ നിലയ്ക്ക് നമ്മൾ പാലകനു അധീനരല്ല. ഈ വചനങ്ങളിൽ നിന്ന് നാം നിയമങ്ങൾക്ക് അധീനരല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. എന്നിരുന്നാലും ദൈവകൽപ്പനകളും ദൈവം എന്നേക്കുമായി നൽകിയിട്ടുള്ള പ്രമാണങ്ങളും പാലിക്കുവാൻ ബാധ്യസ്ഥരാണ് താനും. പരിച്ഛേദിതനോ അപരിച്ഛേദിതനോ എന്ന് നോക്കേണ്ട. ദൈവകൽപ്പനകൾ പാലിക്കുക എന്നതാണ് സർവ്വപ്രധാനം. യാഹുഷ നിയമങ്ങളെല്ലാം തന്നിലൂടെ പൂർത്തിയാക്കുകയും കൽപ്പനകൾ പാലിക്കുവാൻ നമ്മെ നിർദ്ദേശിക്കുകയും ചെയ്തിരിക്കുന്നു. നിയമത്തെയോ പ്രവാചകന്മാരെയോ അസാധുവാക്കാനാണ് ഞാൻ വന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അസാധുവാക്കാനല്ല, പൂർത്തിയാക്കാനാണ് ഞാൻ വന്നത്. ആകാശവും ഭൂമിയും കടന്നുപോകുന്നതുവരെ സമസ്തവും നിറവേറുവോളം നിയമത്തിൽ നിന്ന് വള്ളിയോ പുള്ളിയോ മാറുകയില്ലെന്നു സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. ഈ കൽപ്പനകളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് ലംഘിക്കുകയോ ലംഘിക്കാന് മറ്റുള്ളവരെ പഠിപ്പിക്കുകയോ ചെയ്യുന്നവന് സ്വർഗരാജ്യത്തിലെ ചെറിയവനെന്ന് വിളിക്കപ്പെടും. എന്നാല് അതനുസരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവന് സ്വർഗരാജ്യത്തിലെ വലിയവനെന്ന് വിളിക്കപ്പെടും. ഒരാൾ അവനെ സമീപിച്ചു ചോദിച്ചു, ഗുരോ, നിത്യജീവന് പ്രാപിക്കാന് ഞാൻ എന്തു നന്മയാണ് പ്രവർത്തിക്കേണ്ടത്? അവന് പറഞ്ഞു, നന്മയെപ്പറ്റി നീ എന്നോട് ചോദിക്കുന്നതെന്തിൻ?
നല്ലവന് ഒരുവന് മാത്രം. ജീവനില് പ്രവേശിക്കാൻ അഭിലഷിക്കുന്നെങ്കിൽ കൽപ്പനകൾ അനുസരിക്കുക. നിത്യജീവൻ പ്രാപിക്കുവാൻ ദൈവകൽപ്പനകൾ നാം അനുസരിക്കണമെന്ന് തന്നെയാണ് യാഹുഷ നിർദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. എന്റെ കൽപ്പനകൾ സ്വീകരിക്കുകയും പാലിക്കുകയും ചെയ്യുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നത്. എന്നെ സ്നേഹിക്കുന്നവനെ എന്റെ പിതാവും സ്നേഹിക്കും. ഞാനും അവനെ സ്നേഹിക്കുകയും എന്നെ അവന് വെളിപ്പെടുത്തുകയും ചെയ്യും. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എന്റെ സ്നേഹത്തില് നിലനിൽക്കുവിന്. ഞാൻ എന്റെ പിതാവിന്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തില് നിലനിൽക്കുന്നതുപോലെ നിങ്ങൾ എന്റെ കൽപ്പനകൾ പാലിച്ചാൽ എന്റെ സ്നേഹത്തില് നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എന്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എന്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്കു വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നെങ്കിൽ നിങ്ങൾ എന്റെ സ്നേഹിതരാണ്. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.